ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് വൈറലായി നിൽക്കുന്നത് ഗ്യാൻവാപ്പി വിഷയം തന്നെയാണ്. ഗ്യാൻവാപ്പി പള്ളിയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജകൾ നടത്താൻ അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ വാരണാസി ജില്ലാ കോടതി. പള്ളിയുടെ തെക്കുഭാഗത്തെ അറയിലാണ് പൂജകൾ നടത്തുക. ഹിന്ദു വിഭാഗത്തിന് പൂജകൾ നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്രീ കാശി വിശ്വനാഥ് ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിക്കുന്ന പൂജാരിക്ക് ഇവിടെ പൂജകൾ നടത്താമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. അടുത്ത 7 ദിവസത്തിനുള്ളിൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ നടത്താനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടാകുമെന്ന് ഹിന്ദു വിഭാഗത്തെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു. അതേസമയം അഞ്ജുമാൻ ഇന്തിസാമിയ മസ്ജിദ് കമ്മിറ്റി അഭിഭാഷകൻ അഖ്ലാഖ് അഹമ്മദ് കോടതി വിധിയെ മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 8-ാം തീയതി പള്ളി കമ്മിറ്റിയുടെ ഹർജിയിൽ വാദം കേൾക്കാമെന്നാണ് കോടതി അറിയിച്ചത്. പൂജകൾ നടത്തണമെന്നും അതുപോലെ അതുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുമുള്ള വാദം തള്ളിക്കളയണമെന്നാണ് പള്ളി കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. നേരത്തെ 4 ഹിന്ദു സ്ത്രീകൾ ഗ്യാൻവാപ്പി പള്ളിയിൽ ശാസ്ത്രീയ സർവേ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പള്ളിയിലെ അടച്ചിട്ട ഭാഗത്ത് പര്യവേഷവും ശാസ്ത്രീയ സർവേയും നടത്തണമെന്നായിരുന്നു ആവശ്യം. മുസ്ലിം പള്ളി പണിയുന്നതിന് മുമ്പ് ഇവിടെ വലിയ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ 4 സ്ത്രീകൾ ഹർജിയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു. ഗ്യാൻവാപ്പി പള്ളി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. വാരണാസിയിലെ ക്ഷേത്രം തകർത്താണ് ഇവിടെ പള്ളി പണിതതെന്ന് ആർക്കിയോളജിക്കൽ വകുപ്പ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഹിന്ദു സമൂഹത്തിന് ക്ഷേത്രത്തിനായി ഈ പള്ളി കൈമാറണമെന്നും VHP പറഞ്ഞിരുന്നു. അതേസമയം നിലവിൽ മസ്ജിദ് താവെ മുദ്രവച്ച 10 നിലവറകളുടെ മുന്നിൽ പൂജ നടത്താനാണ് അനുമതി നൽകിയിരിക്കുന്നത്. അതേപോലെ സുപ്രീം കോടതിയിലെ പരാതിയിൽ മുസ്ലിങ്ങൾ ജലധാരയായി ആവശ്യപ്പെടുന്ന ഭാഗം ശിവലിംഗമെന്നാണ് ഹിന്ദു വിഭാഗം അവകാശപ്പെടുന്നത്. ഇവിടെ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. വസുഖാന പ്രദേശത്ത് കണ്ടെത്തിയ ശിവലിംഗത്തിന് സേവാപൂജ അർപ്പിക്കാൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്ന് VHP അധ്യക്ഷൻ പറഞ്ഞു. അതേപോലെ അഹമ്മദാബാദ് കോടതി ഗ്യാൻവാപ്പി പള്ളി കമ്മിറ്റിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. വസുഖാന സർവേ ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. വസുഖാനയിലാണ് പള്ളിയിൽ നമസ്കാരത്തിന് മുമ്പുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ശരീരം ശുദ്ധീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ വെച്ച് ചെയ്യാറുള്ളത്. വാരണാസി കോടതി നേരത്തെ ആർക്കിയോളജിക്കൽ സർവേ വിഭാഗത്തോട് ഇവിടെ വിശദമായ ശാസ്ത്രീയ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാൻവാപ്പി കേസിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട് കേസിലെ ഹൈന്ദവ വിഭാഗത്തിന്റെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ക്ഷേത്രത്തിന്റെ 32 ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയെന്നും ക്ഷേത്രത്തിന്റെ തൂണുകൾ പള്ളിക്കു വേണ്ടി രൂപമാറ്റം വരുത്തിയെന്നുമുള്ള കാര്യങ്ങൾ ASIയുടെ റിപ്പോർട്ടിലുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഗ്യാൻവാപ്പി പള്ളിയുടെ പടിഞ്ഞാറൻ മതിൽ ഹിന്ദു ക്ഷേത്രത്തിൻ്റെതാണെന്നും വിഷ്ണു ശങ്കർ അവകാശപ്പെട്ടു. ദേവനാഗിരി, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലെ 32 ഹിന്ദു ലിഖിതങ്ങളും പള്ളിയിൽ കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു. ക്ഷേത്ര തൂണുകളിലെ ചിഹ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും നടന്നതായി വിഷ്ണു ശങ്കർ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ചൂണ്ടിക്കാണിച്ചു. നിലവിലുള്ള കെട്ടിടത്തിനു മുമ്പ് അവിടെ വലിയ ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നതായി ASI റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയാനാകുമെന്നും വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്യാൻവാപ്പി പള്ളിയും ക്ഷേത്രം തകർത്ത് നിർമ്മിച്ചതാണ് എന്ന പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വൈറലായി ചർച്ച ചെയ്യപ്പെടുന്നത്. കോടതി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഉത്തരവിട്ടിരുന്നത്. ഹർജിക്കാരിയായ 5 സ്ത്രീകളുടെ അഭിഭാഷകനാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ക്ഷേത്രത്തിന്റെ ചുമരും പള്ളിയുടെ ചുമരും ഒന്നാണ്. നിലവിലെ നിർമ്മിതിക്ക് താഴെ ക്ഷേത്ര നിർമ്മിതികൾ ഉണ്ടെന്നും ക്ഷേത്രത്തിന്റെ മുകളിലാണ് പള്ളി നിർമ്മിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. ക്ഷേത്രം തകർത്ത് 17-ാം നൂറ്റാണ്ടിലാണെന്നും അഭിഭാഷകൻ എണ്ണി തെളിവുകൾ നിരത്തി സമർത്ഥിക്കുകയാണ്. ഗ്യാൻവാപ്പിയിൽ ക്ഷേത്രമുണ്ടായിരുന്നു എന്നത് സത്യമാണെന്ന് ചരിത്രകാരൻ ഇർഫാൻ ഹബീബ് പറയുന്നു. ഇതിനായി
ASI സർവേയുടെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഗ്യാൻവാപ്പി ഒരു ക്ഷേത്രമാണെന്നത് ഒരു തരത്തിൽ ശരിയാണ്. ജാദുനാഥ് സർക്കാരിന്റെ പുസ്തകം വായിച്ചാൽ മതി, അതിലെല്ലാം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാം മനസ്സിലാകുമായിരുന്നു ഒരു പക്ഷേ ക്ഷേത്രങ്ങൾ തകർത്താകാം പള്ളികൾ നിർമ്മിച്ചത്. എന്നാൽ ഇനി പള്ളികൾ തകർത്ത് ക്ഷേത്രങ്ങൾ പണിയണോ? ഈ പ്രവണത എത്ര കാലം തുടരും? ഗ്യാൻവാപ്പിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നത് പല പുസ്തകങ്ങളിലും പരാമർശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. ഹിന്ദുക്കളുടെ ആരാധനാലയം തകർത്ത് മുസ്ലിങ്ങൾ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നു. മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ തകർത്ത് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്ത് അവരും ഉണ്ടാക്കുന്നു ഹാഗിയ സോഫിയ പോലെയുള്ള പള്ളികൾ. എന്ത് കാര്യം? ശരിക്കും നമുക്ക് ആരാധിക്കാൻ പള്ളിയില്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ നമ്മൾ അനുഭവിക്കുന്നത്? അതോ തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലേ നമുക്ക്? വിദ്യാഭ്യാസത്തിന് പറ്റുന്നില്ലേ? സാമ്പത്തികമായി തകർച്ചയിലാണോ? മരുന്നും വെള്ളവും ഇല്ലാതെ സംരക്ഷിക്കാൻ ആളില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ദിനംപ്രതി മരിച്ചു വീഴുന്നുണ്ടോ? ഒരു രാജ്യത്തിന്റെ പുരോഗതി ആരാധനാലയങ്ങൾ മെച്ചപ്പെടുന്നതിലാണോ? ആരാധനാലയങ്ങൾ വർദ്ധിക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രൗഢി വർദ്ധിക്കുമെന്ന് ആരാ പറഞ്ഞത്? രാജ്യം നവോത്ഥാനത്തിലേക്കും പുരോഗതിയിലേക്കും പോകുമെന്ന് ആരാ പറഞ്ഞത്? നമ്മുടെ രാജ്യം ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ഭരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ കാലത്ത് സുരക്ഷിതരാണോ? അതാണല്ലോ ഒന്നാമത്തെ പ്രശ്നം. സുരക്ഷ ഉറപ്പാക്കുക. സുരക്ഷിതരാണോ എന്ന് നോക്കണം. പിന്നെ ഏതൊരു വ്യക്തിയെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ അന്ധമായി നമുക്ക് പിൻപറ്റാൻ പറ്റില്ല. യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഭാഗമാകാൻ പറ്റില്ല. കാരണം അതിനകത്ത് പലപ്പോഴും മതം കടന്നു വരാറുണ്ട്. ഇന്ന് രാഷ്ട്രീയവും മതവും കൂടിക്കലർന്നു പോയി. അതുകൊണ്ട് ഒരു വിഭാഗം ചെയ്യുന്നത് ശരിയെന്നോ മറ്റു വിഭാഗം ചെയ്യുന്നത് തെറ്റെന്നോ പറയാൻ നമുക്ക് കഴിയില്ല. രണ്ടു കൂട്ടരും ചെയ്യുന്നത് തെറ്റെങ്കിൽ തെറ്റെന്ന് തന്നെ പറയാൻ നമുക്ക് കഴിയണം. എന്നാൽ ഇപ്പോ അബുദാബിയിലെ ഒരു ക്ഷേത്രം ഉയരുന്നു. ഫെബ്രുവരി 14 അതിന്റെ ഹിന്ദു മന്ദിർ എന്നാണ് പേര്. അതിന്റെ ഉദ്ഘാടനമാണ് നരേന്ദ്രമോദി തന്നെയാണ് ചെയ്യുന്നത്. അതിനെ വിമർശിക്കാൻ നമ്മുടെ ഉസ്താദുമാർക്ക് പറ്റുമോ? ആ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ കഴിയുമോ? ബുദ്ധിമുട്ടായിരിക്കും, വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ വളരെ കൃത്യമായി മുസ്ലിങ്ങൾ തന്നെ നമ്മുടെ രാജ്യത്തിനു വേണ്ടി സംസാരിച്ച് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച കണ്ടു. ആരാധനാലയങ്ങൾ ഏതു മതവിഭാഗത്തിൻ്റെതായാലും ശരി, നമ്മുടെ ഉള്ളിൽ നമുക്കൊരു മനുഷ്യത്വം ഉണ്ടാകണം. മതം മാറി നിൽക്കണം, മനുഷ്യത്വമായിരിക്കണം അതിനെ കവച്ചു വെക്കേണ്ടത്. എന്നാൽ അത്തരം ഒരു സാഹചര്യം, ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമുക്കിടയിൽ പലപ്പോഴും വിരളമാണ്. അത് പറയുമ്പോഴാണ് എൻ്റെ മനസ്സിൽ വേറൊരു ചോദ്യം തന്നെ ഉയർന്നു വരുന്നത്. കാരണം ഇപ്പോൾ അയോധ്യയിലെ അവർക്ക് തർക്കമന്ദിരം അല്ലെങ്കിൽ ഈ പ്രശ്നം നിലനിന്നിരുന്ന പ്രദേശത്ത് നിന്ന് അവർക്ക് കൃത്യമായി ഒരു പള്ളി പണിയാൻ സ്ഥലം വിട്ടുകൊടുത്തിരിക്കും. ഒരു പള്ളിയും അതുപോലെ തന്നെ രാം ജന്മഭൂമി ക്ഷേത്രവും മത്തായ ക്ഷേത്രവും അവിടെ വന്നിരിക്കുന്നു. ഇത് തന്നെയല്ലേ നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകമായി മാറുന്നത്? കറക്റ്റ്. ഇതാണ് ഞാൻ ഇത് മനസ്സിലല്ല, യോജിക്കാൻ പറ്റില്ല. കാരണം മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല. എല്ലാ വിഭാഗവും അവനവന്റെ മതം മാത്രമാണ് ശരിയെന്നും അവനവന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ മനുഷ്യർ തമ്മിലാണ് സൗഹാർദ്ദപ്പെടേണ്ടത്. മാനവ സൗഹാർദ്ദത്തിനു വേണ്ടി സംസാരിക്കാനാണ് നമുക്ക് ആളുണ്ടാവേണ്ടത്. നമ്മുടെ ഈ പാർട്ടികളെല്ലാം സെക്കുലറിസം എന്നൊരു വാക്ക് വിളിച്ചുകൊണ്ടാണ്. വാട്ട് ഈസ് സെക്കുലറിസം? അവർ പറഞ്ഞ എല്ലാ മതവും ഒരുപോലെ. ഇവിടെ എല്ലാ മതം ഒരുപോലെ എന്ന് പറയുന്ന വാക്കാണോ വേണ്ടത്? എല്ലാ മനുഷ്യരും ഒരുപോലെ. ദിസ് ഈസ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്, പ്ലേസ് ഓഫ് ലിവിങ്, പ്ലേസ് ഓഫ് സെക്യൂരിറ്റി, പ്ലേസ് ഓഫ് പ്രോസ്പെരിറ്റി ഫോർ എവറി ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചെറിയ വാക്കിനെക്കാളും വലുതല്ലേ ആ വാക്കെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ പറഞ്ഞൊരു മഹാൻ ജനിച്ചത് കേരളത്തിലാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞ മഹാനായ മനുഷ്യൻ ജനിച്ചത് ഇവിടെയാണ്. പക്ഷേ ഈ ബാബ്രി മസ്ജിദ് വിഷയത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാം ജന്മഭൂമി വിഷയത്തിൽ അത്തരത്തിലൊരു ടോളറൻസ് മലയാളിക്കുണ്ടെന്ന് സാറ് തോന്നുന്നുണ്ടോ? ഇവിടെ നമ്മുടെ മലയാളിക്ക് ബേസിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഒന്ന് അറിവ് കൂടിപ്പോയെന്നൊരു തോന്നലുണ്ട്. രണ്ടാമത് എങ്ങനെയോ നമ്മുടെ ഈഗോസ് ലെവലിൽ ഭയങ്കര കൂടുതൽ. നമ്മൾ ആരെയും മൈൻഡ് ചെയ്യത്തില്ല, ആരോടും ഒരു
പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സിംഗിൾ ഫോമിൽ മറ്റുള്ളവരെ അഡ്രസ്സ് ചെയ്യുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൾച്ചർ. അത് ഞാൻ ഇന്നലെ ഐ വാസ് ജസ്റ്റ് റൈറ്റിംഗ് എ ലെറ്റർ ടു ദ പ്രൈം മിനിസ്റ്റർ യെസ്റ്റർഡേ, ഈ കോൺടെസ്റ്റിൽ തന്നെ. അതിൽ എൻ്റെ പോയിന്റ് ഇതാണ്, ആസ് എൻ എഡ്യൂക്കേഷനിസ്റ്റ് ഞാനിത് മറക്കാതെ ഇത് പറഞ്ഞു പോവുകയാണ്. അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വന്ന പ്രശ്നം തന്നെയാണ്. വിദ്യാഭ്യാസത്തിൽ നമ്മൾ KG മുതൽ PG വരെ നമ്മൾ പഠിപ്പിക്കുന്ന പ്രോസസ്സിൽ നിങ്ങളെയോ എന്നെയോ എവിടെയെങ്കിലും ഈ ക്യാരക്ടർ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് മെഷർ ചെയ്ത് ഞാൻ വരുമ്പോൾ ഇന്നെ A ഗ്രേഡ് മാത്സിന് അതിനെ ഇതിനൊക്കെ കൊണ്ടുവരുന്ന പോലെ വാട്ട് ഈസ് മൈ ഗ്രേഡ് in terms of my character, my honesty, my integrity, my tolerance, my acceptance, my respect for others. ഇങ്ങനെ ഒരു എസെൻഷ്യൽ ട്രെയിറ്റ് നമ്മുടെ ഈ പേഴ്സണിൽ വരുന്നതിനെ പറ്റി, അതിനെ മെഷർ ചെയ്യുന്നതിനെ പറ്റി ഒരു IAS-കാരൻ എങ്ങനെ എന്താണ് കൈക്കൂലിക്കാരനായി മാറും? ഈ സെലക്ഷൻ പ്രോസസ്സിൽ എപ്പോഴെങ്കിലും ഇവന്റെ ക്യാരക്ടർ മെഷർ ചെയ്യുന്ന A ഗ്രേഡ് B ഗ്രേഡ് എന്ന് പറയാം, എല്ലാത്തിനും കൊടുക്കുന്നുണ്ടല്ലോ. ഇവന്റെ ക്യാരക്ടർ മെഷർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സ് KG to PG ആ ജേണിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ 10ാം ക്ലാസ് 12ാം ക്ലാസ്സും ഗ്രേഡിന്റെ അവിടെ ക്യാരക്ടർ മെഷറിന്റെ ഒരു ചാർട്ട് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ സൂപ്പർ ഓണസ്റ്റ് പേഴ്സൺ ആണോ, ഇൻറ്റഗ്രിറ്റി ഉള്ളതാണോ, ഒരു നാഷണൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കാൻ പറ്റിയാണോ, ഒരു ചീഫ് മിനിസ്റ്റർ പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്ന ആളാണോ, നിങ്ങൾ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ആളാണോ എന്ന് മെഷർ ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു മെക്കാനിസം, അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ട്രെയിനിങ് KG മുതലുള്ള ഈ ജേണിയിൽ എവിടെയെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ NEP-യിലേക്ക് വരാൻ പോകുന്നത്. ഞാൻ വരാൻ ശ്രമിക്കുകയായിരുന്നു സാർ. ഈ വിഷയം ഇങ്ങനെ പരാമർശിച്ച് വന്നപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലേക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ ഫ്ലാഷ് ചെയ്ത് വരുമ്പോൾ അങ്ങ് വിട്ടുപോകാതെ ഇതെനിക്ക് വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ഇന്ത്യയുടെ പൈതൃകം. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മനുഷ്യരെയും അവിടെ കയറാന്ന് പറഞ്ഞില്ലേ, അതൊക്കെ എന്തൊരു തോട്ടാണ് അല്ലേ? ഇത് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കല്ലാതെ ആർക്ക് പറയാൻ പറ്റും? ഞാൻ മുസ്ലിം, ഹിന്ദു മുസ്ലിം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഈ ഇന്ത്യയുടെ പൈതൃകം മൊത്തവും ഇന്ത്യയെ അവകാശപ്പെട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജാതിയും മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർത്തിയല്ലാതെ നമുക്ക് ഈ യാഥാർത്ഥ്യം പറയാൻ കഴിയണം. എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ്, എല്ലാവരുടെയും വേദനകൾ ഒന്നുപോലെ. കരഞ്ഞാൽ, സങ്കടം വന്നാൽ മനുഷ്യൻ കരയും ഒരുപോലെ, കണ്ണുനീർത്തുള്ളികൾ ഒരുപോലെ, കൈമുറിഞ്ഞാൽ ചോര വരുന്നത് ഒരുപോലെ. പിന്നെ എന്തിനായിരിക്കും മനുഷ്യർ പരസ്പരം പോരടിക്കുന്നത്? ഞാനാണ് വലുത്, നീയാണ് വലുത്, എൻ്റെ ദൈവമാണ് വലുത്, നിന്റെ സൃഷ്ടാവ് ചെറുതാണ്. എന്ത് കാര്യം? നന്ദി.